എന്റെ 20 വർഷത്തെ ഫിസിയോതെറാപ്പി ജീവിതത്തിന്റെ വെളിച്ചത്തിൽ നടുവേദന വരാനുള്ള അഞ്ചാമത്തെ കാരണമായി എനിക്ക് തോന്നിയ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്കോജനിക് പെയിൻ. ഇത് വരാനുള്ള സാധ്യത നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നടുവേദന ഡിസ്ക് ബൾജ് മൂലമാണോ? ഇതെങ്ങനെ സ്വയം ചെക്ക് ചെയ്യാം? അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണയായി ഡിസ്ക് ബൾജ് ചെയ്യുന്നത് പുറകിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്കാണ്. നമ്മുടെ വെർട്ടിബ്രയുടെ മുൻഭാഗത്ത് തിക്കായതും സ്ട്രോങ് ആയിട്ടുള്ളതുമായ ആന്റീരിയർ ലോങ്ങിറ്റ്യൂഡിനൽ ലിഗമെന്റ് ആണുള്ളത്. വെർട്ടിബ്രയുടെ പുറംഭാഗത്ത് തിന്നായതും വീക്കായിട്ടുള്ളതായ പോസ്റ്റീരിയർ ലോങ്ങിറ്റ്യൂഡിനൽ ലിഗമെന്റ് ആണുള്ളത്. അതുകൊണ്ടാണ് ഡിസ്ക് ബൾജ് സാധാരണയായി പുറകിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് കാണപ്പെടുന്നത്. നമ്മൾ മുന്നോട്ട് കുനിയുമ്പോൾ ഡിസ്ക് പുറകിലേക്കും അതുപോലെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഡിസ്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ റിപ്പീറ്റഡ് മൂവ്മെന്റ് ടെസ്റ്റിലൂടെ നമുക്ക് ഡിസ്ക് ബൾജ് വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നടുവേദന ഡിസ്ക് ബൾജ് മൂലമാണോ, അത് എങ്ങനെ സ്വയം ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പാദം 2 ഹിപ്പ് വിടത്തിലാക്കി മുട്ട് നിവർത്തി മുന്നിലേക്ക് വളഞ്ഞ് 10 സെക്കൻഡ് വരെ 5 മുതൽ 10 തവണ ഈ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നടുവിൽ വേദനയോ വലിച്ചിലോ കാലിലേക്ക് തരിപ്പോ മരവിപ്പോ ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഇല്ല എന്ന് കണക്കാക്കാം. പക്ഷേ മുന്നിലേക്ക് വളഞ്ഞ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 5 മുതൽ 10 തവണ ഈ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പുറകിൽ വലിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ ഡിസ്ക് ബൾജ് വരാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കാം. അതുപോലെ ഈ മൂവ്മെൻറ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നടുവിൽ വേദന വലിച്ചിൽ കാലിലേക്ക് തരിപ്പ് മരവിപ്പ് എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റീരിയർ ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന് കണക്കാക്കാം. പോസ്റ്ററോലാറ്ററൽ ഡിസ്ക് ബൾജ് ചെക്ക് ചെയ്യുന്ന വിധം: നേരെ നിന്ന് ഇടത്തെ കൈപ്പത്തി ഇടത്തെ കാൽമുട്ടിൻ്റെ സൈഡിലേക്ക് സാവധാനം കൊണ്ടുവരിക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 പ്രാവശ്യം ഈ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നടുവിൽ വേദനയോ വലത്തെ സൈഡിൽ വലിച്ചിലോ ഉണ്ടെങ്കിൽ പോസ്റ്ററോലാറ്ററൽ ഡിസ്ക് ബൾജ് വരാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കാം. അതുപോലെ ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വലത്തെ സൈഡിൽ വേദന, കാലിലേക്ക് തരിപ്പ് മരവിപ്പ് എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പോസ്റ്ററോലാറ്ററൽ ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന് കണക്കാക്കാം. വലത്തെ വശവും ഈ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വേദനയും സിംറ്റംസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ ഫിസിയോതെറാപ്പി സംബന്ധമായ കേസ് ഡിസ്കഷനോ ഓൺലൈൻ കൺസൾട്ടേഷനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ വീഡിയോസ് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.